ഹലോ സുഹൃത്തുക്കളെ, നമസ്കാരമുണ്ട്. ഇന്ന് ഞാൻ മൈലേജ് ടെസ്റ്റിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഇതാക്കണ്ട കിയയുടെ വാഹനമാണ്. കിയയുടെ കാരൻസ് എന്ന് പറഞ്ഞിട്ടുള്ള 7 സീറ്റർ വണ്ടിയാണ്. ഇതിൻ്റെ മൈലേജ് ടെസ്റ്റാണ് ഇന്ന് നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ മുന്നേ ഞാൻ ഇതേമാതിരി കുറേ വണ്ടികളുടെ മൈലേജ് ടെസ്റ്റ് നടത്തിയിട്ടുണ്ട്. അതെൻ്റെ ചാനലിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതേമാതിരി തന്നെ ഇത് ഒരു ഫുൾ ടാങ്ക് പെട്രോൾ അടിക്കുന്നു. പിന്നെ ഒരു 100 കിലോമീറ്റർ ഓടിയതിൻ്റെ ശേഷം പിന്നെയും ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചിട്ട് അത് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം എത്ര കറക്റ്റ് മൈലേജ് കിട്ടുന്നുണ്ട് എന്ന് നോക്കലാണ് നമ്മളുടെ ഉദ്യമം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് കിയയുടെ കാരൻസ് എന്നുള്ള 7 സീറ്റർ വണ്ടി കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് ഓടിച്ച് നോക്കാം. അതിൻ്റെ ശേഷം ഫുൾ ടാങ്ക് പെട്രോൾ അടിക്കാം. നമുക്ക് കാര്യങ്ങൾക്ക് മുന്നോട്ട് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് വണ്ടിയൊക്കെ ഒന്ന് ചുറ്റി കാണാം. പിന്നെ പകുതി കണ്ണ് ചിമ്മിയമായിരുത്തിയാണ് ഇതിൻ്റെ ഒരു ഹെഡ്ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതേമാതിരി തന്നെ ആ കിയയുടെ എംബ്ലമൊക്കെ സാധാരണ കിയയിൽ കാണുന്ന പോലെയൊക്കെ തന്നെയാണ് ഉള്ളത്. ഇതൊക്കെ ബേസ് മോഡലായതിൻ്റെ പേരിൽ അത്ര വലിയ കാര്യങ്ങളൊന്നും എക്സ്ട്രാ ഫിറ്റിങ്സ് ഒന്നും അതും വരില്ല. അതേമാതിരി തന്നെ ബാക്ക് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാലും ആ ബാക്ക് ലൈറ്റൊക്കെ വളരെ നീളത്തിൽ ഉണ്ട്. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ കിയയുടെ അതേ സെയിം സാധനം തന്നെയാണ്. പിന്നെ കാരൻസ് എന്നുള്ള ഒരു ലോഗോ ഉണ്ട്. അതൊക്കെയാണ് വണ്ടിയുടെ ബാക്ക് സൈഡിനെ പറ്റിയിട്ട് പറയുകയാണ് വെച്ചാൽ അതാ ഒരു മാപ്പിട്ട് കണ്ട ഒരു ലൈറ്റ് വെച്ചിട്ടുണ്ട്. അതും നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലൈറ്റാണ്. ബമ്പറിന് ഓരോ സൈഡിലും റിഫ്ലക്ടർ ഉണ്ട്. ശരിക്കും ഫുൾ ഓപ്ഷനിൽ ലൈറ്റ് കാണും. പിന്നെ സെൻസർ വെക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പോർട്ട് കാണുന്നുണ്ട്. പക്ഷേ ഇത് ബേസ് മോഡലാകുമ്പോൾ സെൻസറൊന്നും ഉണ്ടാവില്ല. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ബാക്ക് സൈഡ്. പിന്നെ വീൽ സൈസ് 195/65 ട്യൂബ്ലെസ് ആയിട്ടുള്ള ടയറാണ്. പിന്നെ അലോയ് വീലല്ല, വീൽ സൈസ് 15 ഇഞ്ചാണ്. ഇവിടെ ഒരു ഇൻഡിക്കേറ്റർ കാണുന്നുണ്ട്, ചെറിയൊരു ഇൻഡിക്കേറ്റർ. പിന്നെ മറ്റുള്ള വാഹനങ്ങളെ പോലെ തന്നെ സാധാരണ ഡോർ ലോക്കൊക്കെ തന്നെയാണ് ഉള്ളത്. അതേമാതിരി ബാക്കിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിലെ വീല് ഈ പറഞ്ഞ മാതിരി 195/65 വീൽ സൈസ് 15 ഇഞ്ച്. കൂടാതെ റീഡയൽ ടയറാണ്. ഒരു ബാക്ക് ഗ്ലാസ് കൊള്ളാവുന്ന ഒരു നല്ല വീതിയുള്ള ബാക്ക് സീറ്റൊക്കെ നല്ല പുറത്തേക്ക് കാണാൻ പറ്റാവുന്ന ഗ്ലാസും കാര്യങ്ങളൊക്കെയാണ്. അതേമാതിരി മിററും അതേ നല്ല ബാക്കിലേക്കൊക്കെ വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റാവുന്ന ഒരു മിററൊക്കെ തന്നെയാണ് ഈ വണ്ടിക്കും ഉള്ളത്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതാണ് നമ്മളെ കാരൻസിൻ്റെ ഉൾവശം. ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊണ്ട് അതിൻ്റെ ഇവിടെ ഒരു കിയയുടെ എംബ്ലമൊക്കെ ഉണ്ട്. അതുകൂടാതെ നല്ലൊരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഉണ്ട്. അതുകൂടെ ഈ കാണുന്നതാണ് ഇതിൻ്റെ AC വിൻഡ്. ഇത് AC വിൻഡാന്ന് തന്നെ തോന്നില്ല. ഉണ്ടാ, ഇതാണ് ഇതിൻ്റെ AC വിൻഡിൻ്റെ ഈ ഭാഗങ്ങളൊക്കെ. പിന്നെ വെച്ചാൽ ഇത് ഇങ്ങനെ കാറ്റ് വരുമ്പോഴാണ് ഇതൊരു AC വിൻഡാന്ന് തോന്നുള്ളൂ. അത്രയും രസകരമായിട്ടാണ് ആ AC വിൻഡൊക്കെ വെച്ചിട്ടുള്ളത്. അത് ഇതിൻ്റെ ഗിയറിനെ പറ്റി പറയുകയാണെന്ന് വെച്ചെങ്കിൽ 6 ഗിയറാണ് ഇതിന്. പിന്നെ ഒരു റിവേഴ്സ് ഗിയറും കണ്ടാ. പക്ഷേ അതിന് മറ്റൊരു പ്രത്യേകത പറയുകയാണെന്ന് വെച്ചെങ്കിൽ ഈ ഗിയറിന് ക്ലച്ചില്ല, ബ്രേക്കും ആക്സിലേറ്ററും മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെ അങ്ങനെയാണ് ഗിയർ ഇടാന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്സിലേറ്റർ ലൂസായി കൊടുക്കുക, ഗിയർ ഇടുക, അങ്ങനെയാണ്. മറ്റേ നമ്മൾ നോർമൽ ഗിയറുള്ള വാഹനങ്ങൾ ക്ലച്ച് ചവിട്ടിയിട്ട് ഗിയർ മാറ്റുകയാണ്. ഇതിന് ക്ലച്ചില്ലാത്ത കാരണം ജസ്റ്റ് ഗിയറൊന്ന് ആക്സിലേറ്റർ ഒന്ന് ലൂസായി കൊടുക്കുക, എന്നിട്ട് ഗിയർ മാറ്റുകയാണ് ചെയ്യുക. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ അതുകൂടാണ്ട് തന്നെ ഇത് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗിയർ ഡൗൺ ചെയ്യേണ്ട സമയത്ത് ബെല്ലടിക്കും. അപ്പോൾ നമുക്ക് ഡൗൺ ചെയ്യാം. അതേമാതിരി തന്നെ അതിൽ എഴുതി കാണിക്കുകയും ചെയ്യും ഡൗൺ ചെയ്യുന്ന സമയത്ത് ഡൗൺ ആക്കാനും. അതേമാതിരി സ്പീഡ് കൂടുന്ന വെച്ചിട്ട് ഗിയർ മാപ്പിലേക്ക് ആക്കാനൊക്കെയുള്ള ഇത് ഓപ്ഷൻസ് ഇതിൽ എഴുതി കാണിച്ചുകൊണ്ടിരിക്കും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ഇതിൻ്റെ ഗ്ലോ ബോക്സ് ഒരു ചെറിയ ഗ്ലോ ബോക്സാണ്. എന്താ അതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് സാധനങ്ങൾ വയ്ക്കാം. പിന്നെ ഇതിങ്ങോട്ട് ഊരിയെടുത്ത് കഴിഞ്ഞാൽ അത്യാവശ്യം വലുപ്പമുള്ള ഒരു ഗ്ലോ ബോക്സ് ഉണ്ട്. ഇത് മറ്റേ അവിടെ വെച്ചിട്ട് ഇത് അടയ്ക്കാം. പിന്നെ ചെറിയ കണക്ക് സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റുള്ള ഗ്ലാസ്സൊക്കെ വെക്കാനും ഉള്ള സൗകര്യമുണ്ട്. പിന്നെ മൊബൈൽ വെക്കാനുള്ള മറ്റുള്ള സൗകര്യങ്ങൾ വേറെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി സ്പേഷ്യസ് ആണ്. പിന്നെ എന്താ നമുക്ക് ഇവിടെ ഒരു ഇതുണ്ട്, സ്പേസ്. അതേമാതിരി മറ്റുള്ള വാഹനങ്ങളൊക്കെ പോലെ തന്നെ അതിൽ മാറ്റമൊന്നുമില്ല. എല്ലാം ഡോറിലും ഒക്കെ നമുക്ക് ചെറിയ ചെറിയ സ്പേസ് ഉണ്ട്. ഇവിടെ അത്യാവശ്യം ചെറിയ സാധനങ്ങളൊക്കെ വെക്കാം, പക്ഷെ അത് കൊഞ്ഞു വീഴും. പിന്നെ ഇവിടെയും 2-3 ബോട്ടിൽ വെക്കാനുള്ള ഒരു രീതിയിലാണ് അവിടെ സ്പേസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ബാക്കിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇത് കണ്ട
ബാക്കിൽ 2 സീറ്റാണ്, പക്ഷേ ചെറിയ 3 കുട്ടികൾക്കൊക്കെ ഇരിക്കാം. ഇവിടെയും ഒരു സ്പേസ് ഒക്കെ ഉണ്ട്, സാധനങ്ങൾ വെക്കാനൊക്കെ ആയിട്ട്. പിന്നെ ചെറിയൊരു വിൻഷീൽഡ് ഇവിടെ ഉണ്ട്, കണ്ടാ ഗ്ലാസ് ആ സൈഡിലുണ്ട്. പിന്നെ ഇവിടെ ചാർജർ, ചെറിയൊരു ചാർജർ ഉണ്ട് കേട്ടോ, കണ്ടാ ചാർജർ നമുക്കിവിടെ കുത്താം, അങ്ങനെയുള്ളൊരു ഗുണമുണ്ട്. അതുമാതിരി മറ്റേ സൈഡിലും ഒരു USB പോർട്ട് ഉണ്ട് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് തന്നെ. ഈ സെക്കൻഡ് റോ സീറ്റിലേക്ക് നോക്കിയാലും നമ്മൾ 3 ആൾക്ക് വളരെ സൗകര്യപൂർവ്വം ഇരിക്കാൻ പറ്റാവുന്ന ഒരു സീറ്റ് തന്നെയാണ് സെക്കൻഡ് റോ സീറ്റ്. പിന്നെ ഇവിടെ ഒരു AC നോബൊക്കെ ഉണ്ട്, AC അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു AC നോബ് കൂടാതെ 2 USB പോർട്ട് കൂടി ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് വണ്ടിയുടെ ഉൾവശങ്ങൾ. അപ്പോൾ ഇനി വണ്ടി ഒന്ന് നമുക്ക് ഓടിച്ച് നോക്കാം. ഇനി നമ്മളിതിൻ്റെ എഞ്ചിനെ പറ്റി പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1500 cc ആണ്. പവർ 157.81 bhp, മാക്സിമം ടോർക്ക് 4500 RPM ആണ്. പിന്നെ അതേമാതിരി സേഫ്റ്റീനെ പറ്റി പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 6 എയർ ബാഗ് ഉണ്ട്, ആൻറ്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റമാണ്, നമ്മൾ ABS എന്ന് പറയും. ടാങ്ക് സൈസ്, അതായത് ഫ്യൂൽ ടാങ്കിൻ്റെ സൈസ് 45 ലിറ്റർ കൊള്ളും. അപ്പോൾ നമ്മൾ പെട്രോൾ പമ്പ് എത്തി. ഇവിടെ നമ്മൾ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചിട്ട്, പെട്രോളല്ല ഡീസൽ അടിച്ചിട്ട് ഇതിന് എത്ര മൈലേജ് കിട്ടുന്നുള്ളത് കറക്റ്റായിട്ട് നോക്കാനുള്ള പരിപാടിയാണ്. ഇപ്പോൾ ഇതിൽ കാണിക്കുന്നത് ആൾമോസ്റ്റ് എംറ്റിയാണ് ടാങ്ക്, കണ്ട ആകെ ഒരു കട്ട മാത്രമേ കാണിക്കുന്നുള്ളൂ, കണ്ട. അതുകൂടാതെ നമ്മളെ അതിൽ കാണിക്കുന്ന മൈലേജ് 1 ലിറ്ററിന് 14.8 കിലോമീറ്ററാണ്. പക്ഷെ അത് കറക്റ്റ് ആവില്ല, അത് വണ്ടി ഓടിച്ച് കഴിഞ്ഞ് നോക്കിയാൽ തന്നെയാണ് ഏകദേശം കറക്റ്റായിട്ടുള്ള മൈലേജ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം ഫുൾ ടാങ്ക് പെട്രോൾ അടിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഡീസൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല ഡെൻസിറ്റി ഒക്കെ ഉള്ള ഡീസലാണ്, 829.2 ഉണ്ട് ഡെൻസിറ്റി. പൊതുവെ ആരും ഡെൻസിറ്റി ശ്രദ്ധിക്കില്ല, എപ്പോഴും ഡീസലും പെട്രോളൊക്കെ അടിക്കുമ്പോൾ അതിൻ്റെ ഡെൻസിറ്റി കൂടുതലുള്ള ഡീസൽ അടിക്കണം. ഫുൾ ടാങ്ക് ആക്കാൻ വേണ്ടിയിട്ട് നമ്മളത് കുലുക്കിയിട്ട് തന്നെ അടിക്കുന്നത്, എന്നെങ്കിലും അത് ടാങ്ക് ഫുള്ളാവുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് വണ്ടി കുലുക്കിയിട്ട് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ചേട്ടാ ഡീസൽ അങ്ങോട്ട് നിറയട്ടെ, കാരണം അതിങ്ങനെ ഇനിയും പോവും, അതിൽ കുറച്ചുകൂടിയും പോവും, ഒന്നുകൂടിയും ഒരു ഇച്ചിരി കൂടി അങ്ങോട്ട് നിറഞ്ഞോട്ടുണ്ട്. കാരണം നമുക്ക് ഓക്കെ ഒരുവിധം ഫുള്ളായിട്ടുണ്ട്. ഇനി നമ്മളൊന്ന് വെല്ലിട്ട് നോക്കാം. അതിൽ വെല്ലൊന്നും ഇടാണ്ട് തന്നെ ഇഷ്ടം പോലെ ഉണ്ട്, കാണാനുണ്ട്, കണ്ട ഫുള്ളായിട്ടുണ്ട്. അപ്പോൾ ഡീസൽ ഫുള്ളായിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇതിൻ്റെ എത്ര അടിച്ചിട്ടുണ്ട് നോക്കാം, എത്ര റുപ്യക്ക് അടിച്ചിട്ടുണ്ട് എന്നുള്ളതൊന്ന് നോക്കട്ടെ. ഇത് റേറ്റാണ്, കണ്ട 4730 റുപ്യക്ക് അടിച്ചിട്ടുണ്ട്. 49 ലിറ്ററും 68 പോയിൻറ്റും ഉണ്ട്. ഇനി നമുക്ക് ഒരു 100 കിലോമീറ്റർ ഓടിയതിൻ്റെ ശേഷം രണ്ടാമതും അടിച്ചിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ നമുക്കിതിൽ ശ്രദ്ധിച്ചാൽ അറിയാം, ഫുൾ ടാങ്ക് ഡീസലാണ്. എല്ലാ കട്ടയും ഇതിൽ കാണുന്നുണ്ട്, അത് ഫുൾ കട്ട ഉണ്ട്, അതിൻ്റെ അർത്ഥം ഫുൾ ടാങ്ക് ഡീസലാണ്. അതുകൂടാതെ ഇത് 798 കിലോമീറ്റർ ഓടാനുള്ള ഡീസൽ ഇതിലുണ്ടെന്ന് ഇതിൽ എഴുതി കാണിക്കുന്നുണ്ട്. കൂടാതെ നിങ്ങൾ മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതുവരെ 21,435 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്, അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി ഏകദേശം ഒരു 100 കിലോമീറ്റർ ഓടിയതിൻ്റെ ശേഷം രണ്ടാമതും ഡീസൽ ഫില്ല് ചെയ്തതിൻ്റെ ശേഷം നമ്മൾ കിലോമീറ്റർ ചെക്ക് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്താലാണ് നമുക്ക് മൈലേജ് കിട്ടുക. ഈ വണ്ടിയുടെ ഒരു പ്രൈസ് നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 14.5 ലക്ഷം മുതലുണ്ട് കേട്ടോ. ടോപ്പ് വേരിയൻ്റ് വരുമ്പോഴത്തേനും ഒരു 23-23.5 ലക്ഷത്തോളം വരും ഇതിൻ്റെ ടോപ്പ് വേരിയൻ്റ് വരുമ്പോൾ. ഈ വണ്ടി 2023 ഡിസംബറാണ് എടുത്തിട്ടുള്ളത്, അതായത് മോഡൽ 2023 ഇത് നമ്മളൊരു സുഹൃത്തായിട്ടുള്ള രാജേഷിൻ്റെ വണ്ടിയാണ്. പുള്ളിനോടും ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ ചോദിക്കാം. ഇത് പുള്ളിക്ക് നല്ല ഓട്ടമുള്ള വണ്ടിയാണ്, കാരണം ആകെ 3-4 മാസമായിട്ടുള്ളൂ. അപ്പോഴത്തേനും 10-21,000 കിലോമീറ്റർ ഈ വണ്ടി ഓടിച്ചെങ്കിൽ അത്യാവശ്യം ഓട്ടം ഉള്ളൊരു വണ്ടി തന്നെയാണിത്. ഇനി പുള്ളിനോട് ഡയറക്റ്റായിട്ട് കാര്യങ്ങൾ ചോദിക്കാം. ഇങ്ങനെയാണ് മിസ്റ്റർ രാജേഷ്. പുള്ളിയുടെ ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് 2 വാഹനങ്ങൾ ഓടുന്നുണ്ട്. മാരുതിയുടെ എർട്ടിഗ ആയിരുന്നു ഈ വണ്ടി മേടിക്കുന്നതിനായിട്ട് മുന്നേ ഉണ്ടായിരുന്ന ഒരു വാഹനം. അത് ഏകദേശം ഒരു 1.5 ലക്ഷം കിലോമീറ്റർ ഓടിക്കഴിഞ്ഞതിൻ്റെ ശേഷമാണ് മൂപ്പര് ഇത് വിൽക്കാമെന്നുള്ള പ്ലാൻ ചെയ്തിട്ട് ഈ പുതിയ വണ്ടി എടുത്തത്. അപ്പോൾ പുള്ളിനോട് ചോദിക്കാം എന്തൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ എന്നൊക്കെ.
അടുത്ത് ഇപ്പോൾ ഫുൾ ആണ് ഓൺ റോഡ് എത്ര ഉണ്ടാവും? 16 അതെ 16 സംതിങ്ങിനാണ് അല്ലേ ബേസ് മോഡല് ഓൺ റോഡ് കിട്ടി. എ സി നല്ല തണവുണ്ട് കേട്ടോ. ഇപ്പോൾ ടെമ്പറേച്ചർ എത്രയാണ് കാണിക്കുന്നത്? 36 37 അല്ലേ. അപ്പോൾ എ സി സൂപ്പറാണ്, നല്ല കൂളിംഗ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ കയ്യിൽ എർട്ടിക ഉണ്ടാവുന്നില്ല. ആ എർട്ടിക ഇത് വെച്ച് നോക്കുമ്പോൾ ഏതാ ഒരു നല്ല വണ്ടി ആയിട്ടാണ്. നോക്കിയല്ലേ മൈലേജ് രണ്ടും ഏകദേശം ഇപ്പോൾ ഒന്ന് തന്നെയാണ്, ഒരേ മൈലേജ് തന്നെ. പക്ഷേ എർട്ടികനെ അപേക്ഷിച്ചിട്ടേ ഈ വണ്ടി നല്ലൊരു വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വണ്ടി ഹൈ സ്പീഡിലൊക്കെ പോകുമ്പോൾ നല്ല റോഡ് ഗ്രിപ്പ് ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 100 കിലോമീറ്റർ ഓടി കാണും എന്ന് തോന്നുന്നു. ഇനി നമ്മൾ രണ്ടാമതും ഡീസൽ ഫില്ല് ചെയ്യാൻ നിർത്തിയേക്കാണ് വണ്ടി. ഇതിൽ കട്ടകൾ കുറഞ്ഞതായിട്ടൊന്നും കാണുന്നില്ല. എന്തായാലും ഒരു 4-5 ലിറ്റർ ഡീസലൊക്കെ കുറഞ്ഞ് കാണാൻ സാധ്യത ഉണ്ട്. എന്തായാലും ഇനി നമ്മൾ ഫില്ല് ചെയ്തതിൻ്റെ ശേഷം നമുക്ക് ചെക്ക് ചെയ്യാം. ഇപ്പോൾ രണ്ടാമത് ഡീസൽ അടിക്കുന്ന സമയത്ത് 21,516 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. നേരത്തെ ഫില്ല് ചെയ്ത മാതിരി തന്നെ വണ്ടി ഒന്ന് കുലുക്കിയിട്ട് തന്നെ ഫില്ല് ചെയ്യാം നമുക്ക്. നല്ല കുലുങ്ങട്ട വണ്ടി. നേരത്തെ നമുക്ക് എപ്പോഴും സെയിം ടാങ്കിൽ തന്നെ അതേ സെയിം ലെവലിൽ നമുക്ക് ഡീസൽ ഉണ്ടാവണം. അതാണ് അതിൻ്റെ ഒരു കണക്കേ. നല്ലോണം നിറയട്ടെ ഉണ്ട് ഡീസൽ. ഏകദേശം ഫുള്ളായി തുടങ്ങിയിട്ടാ. പുറത്ത് പോകരുത്. ഓക്കെ ഇപ്പോൾ നിറഞ്ഞിട്ടുണ്ട്. ഓക്കെ മതി നോക്കി നോക്കിയോണ്ടാ വരണ്ടിട്ട് ശരിക്കും കാണാനുണ്ട്. ഫുൾ ടാങ്കാണ് ഡീസൽ. ഇപ്പോൾ എത്ര ലിറ്റർ ഡീസൽ അടിച്ച് എന്നുള്ളതാണ് പ്രാധാന്യം. കണ്ട 4 ലിറ്ററും 19 പോയിൻറ്റ് 400 റുപ്യ 81 പൈസയ്ക്കുള്ള ഡീസൽ അടിച്ചിട്ടുണ്ട്. അതായത് 4 ലിറ്ററും 19 പോയിൻറ്റും അതാണ് ഇമ്പോർട്ടൻ്റ്. ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാം 21,516 കിലോമീറ്റർ ഓടിയിട്ട് വണ്ടി. ഇതിൽ നിന്നും നമ്മൾ ആദ്യം ഡീസൽ അടിക്കുന്ന സമയത്ത് കാണിച്ച കിലോമീറ്റർ മൈനസ് ചെയ്തതിൻ്റെ ശേഷം അതിൽ നിന്നും ഇപ്പോൾ നമ്മൾ എത്ര ലിറ്റർ പെട്രോൾ അടിച്ചോ അത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ മൈലേജ് കിട്ടും. സുഹൃത്തുക്കളെ, അപ്പോൾ നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം എത്ര കിലോമീറ്റർ കിട്ടുന്നുണ്ടെന്നുണ്ട്. അപ്പോൾ ഞാൻ ഏറ്റവും ആദ്യം പെട്രോൾ അടിച്ചത് കാണിക്കാം നമുക്ക്. ഏറ്റവും ആദ്യം പെട്രോൾ അടിച്ചത് 49 ലിറ്ററാണ് അടിച്ചുള്ളത്. അതായത് 4,730 രൂപ. ഈ 49.6 49 ലിറ്ററും 68 പോയിൻറ്റുമാണ് ആദ്യം അടിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ നമ്മൾ ഇതാ ഫുൾ ടാങ്ക് അടിച്ചിട്ടുള്ളത് എന്നുണ്ടാകും. ഞാൻ കാണിച്ചാൽ ഇതാണ്ട ഫുൾ ടാങ്ക് ഫുൾ ടാങ്ക് അടിച്ചിട്ടുണ്ട്. അത് 21,435 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അപ്പോഴാണ് നമ്മൾ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചിട്ടുള്ളത്. അത് നമ്മളിവിടെ ഇതാക്കാം. അതിന് മുന്നേ ലാസ്റ്റ് പെട്രോൾ അടിച്ചത് കാണിക്കാം. ലാസ്റ്റ് പെട്രോൾ അടിക്കുന്നത് എവിടെയാണ്? ഇതിൽ തന്നെ ഇതാ ലാസ്റ്റ് പെട്രോൾ അടിച്ചത് ഇതാ കാണിക്കുന്നത്. അത് കണ്ട 400 റുപ്യക്ക്, അതായത് 4 ലിറ്ററും 19 പോയിൻറ്റുമാണ് നമ്മൾ രണ്ടാമത്, അതായത് ഒരു ഏകദേശം 100 കിലോമീറ്റർ പോയതിൻ്റെ ശേഷം ഓടിച്ചിട്ടുള്ളത് 4 ലിറ്ററും 19 പോയിൻറ്റും. ഇനി നമ്മൾ മൊത്തം എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ടെന്ന് നോക്കാം. ഓക്കെ, ആദ്യം നമ്മൾ പെട്രോൾ അടിക്കുന്ന സമയത്ത് 21,435. ഓക്കെ, കാൽക്കുലേറ്റർ എടുക്കും. 21,435 അതിൽ നിന്ന് ലാസ്റ്റ് പെട്രോൾ അടിക്കുമ്പോൾ ഇത് നോക്കാം. ഇതാ 21,516 21,516 മൈനസ് 21,516. അതായത് നമ്മൾ 81 കിലോമീറ്റർ ആദ്യം പെട്രോൾ അടിച്ചതിൻ്റെ ശേഷം 81 കിലോമീറ്റർ ഓടിയതിൻ്റെ ശേഷമാണ് രണ്ടാമത് നമ്മൾ പെട്രോൾ അടിച്ചത്. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 81 കിലോമീറ്റർ ഡിവൈഡഡ് ബൈ എത്ര ആ സമയത്ത് നമ്മൾ പെട്രോൾ അടിച്ച് നോക്കാം. ഇതിലാണ് നോക്കിയത്.
കണ്ടാ 4 ലിറ്ററും 19 പോയിൻറ്റും അതിൽ നിന്ന് ഡിവൈഡ് ചെയ്താൽ മതി. ഡിവൈഡഡ് ബൈ 4.19 19 കിലോമീറ്ററും 19.33 കിലോമീറ്റർ മൈലേജ് ഈ വണ്ടിക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നല്ല തെറ്റില്ലാത്ത മൈലേജ് തന്നെയാണ് ഇങ്ങനത്തെ ഒരു വണ്ടിക്ക് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ശരിക്കും പറഞ്ഞാൽ നല്ല മൈലേജ്. അത് മാത്രമല്ല, ഞാൻ ഈ കാൽക്കുലേഷൻ്റെ സമയത്ത് ഡീസലിന് പകരം പെട്രോൾ എന്ന് പറയുന്നുണ്ട്, ക്ഷമിക്കണം. ശരിക്കും ഡീസലാണ് അടിച്ചിട്ടുള്ളത്, ഡീസൽ വണ്ടിയാണ്, സോറി. അതും ഒരു 6-7 പേര് യാത്രക്കാർ ഇന്നുണ്ടായിരുന്നു. എന്നിട്ട് നമുക്ക് 19 കിലോമീറ്റർ, 1 ലിറ്ററിന് 19 കിലോമീറ്റർ മൈലേജ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാരൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു വണ്ടി. ഇതിപ്പോൾ നമ്മൾ ടൗണിലൂടെ ഓടിക്കുകയാണ് ചിലപ്പോൾ ഒരു, ശരിക്കും പറഞ്ഞത് നമ്മളെ സുഹൃത്തിൻ്റെ വണ്ടിയാണ്. പുള്ളി പറഞ്ഞ് ടൗണിൽ കൂടെ ഓടിക്കുമ്പോൾ 14-15 കിട്ടുന്നുണ്ട്, 15-16 കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഹൈവേയിലാണ് ഇപ്പോൾ നമുക്ക് ഈ പറഞ്ഞ കിലോമീറ്റർ, അതായത് ഒരു 60-70 കിലോമീറ്റർ സ്പീഡിൽ പോകുമ്പോഴാണ് നമുക്ക് 19.33 കിലോമീറ്റർ കിട്ടുന്നത്. പിന്നെ ബേസ് മോഡലാണത്. അത് മാത്രമല്ല, അതിൻ്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16 ലക്ഷം ആണ് വരുന്നത്. 16 ലക്ഷമാണ് ബേസിക് മോഡലിന് വരുന്നത്. 20 ഇപ്പോൾ ഫുൾ ഓപ്ഷനൊക്കെ വരുമ്പോൾ അത് 20-25 വരുന്നുണ്ട് കേട്ടോ. പക്ഷെ ഒരു ടാക്സി പർപ്പസിന് വേണ്ടി നമ്മൾ മേടിക്കുകയാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റാവുന്ന ഒരു വണ്ടിയാണ് കിയയുടെ ഈ കാരൻസ്. എൻ്റെ ഈ ഒരു കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. കൂടാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക, ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ഒരു വാഹനത്തിൻ്റെ മൈലേജ് ടെസ്റ്റുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.